നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നോ ഐഡിയ. അയ്യോ, ഇതെനിക്ക് പിടിക്കുന്നില്ല. അതാ ഞാൻ ചുമക്കുന്നത്. എനിക്കെന്തോ ഒരു ഡൗട്ടുണ്ട്. എന്ത് ഡൗട്ട്? ഇതെന്തോ ഒരു വിഷവസ്തുവാണോ സംശയം. വിഷോ? അതെങ്ങനെയാ അഞ്ജലിയുടെ അലമാരയിൽ വരുന്നേ? ഉറപ്പിച്ച് പറയാറൊന്നും ആയിട്ടില്ല. എന്റെ ഒരു സംശയം മാത്രം. ഇത് വിഷമാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഫോറൻസിക് ലാബിൽ പരിശോധിക്കണം. പക്ഷേ അതിന്റെ റിസൾട്ട് വേഗത്തിലാക്കുന്നത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. കാശെറിയണം. പണമൊന്നും ഒരു പ്രശ്നമല്ല. നീ ഒന്ന് നോക്ക്. ഓക്കെ, ഞാൻ നോക്കട്ടെ. ഇനി എങ്ങാനും ഇത് വിഷമോ വല്ലോ ആണെങ്കിൽ അവിടെ എന്തിനായിരിക്കും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഏയ്, അതൊന്നും ആയിരിക്കില്ല അച്ഛാ. അങ്ങനെയുള്ളതൊന്നും അവള് സൂക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായിടാ? ഫോറൻസിക് ലാബിൽ ടെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3-4 ദിവസമെങ്കിലും സാധാരണഗതിയിൽ എടുക്കാറുണ്ട്. കുഴപ്പമില്ല, ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ റിപ്ലൈ കിട്ടും ഉച്ചയോടെ. അപ്പോ ഞാൻ ഇറങ്ങിയ. ഞാനും വരാം. അതിങ്ങെടുക്ക്. ഇത് നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിന്റെ കണ്ണുകൾ സത്യം പറയുന്നുണ്ട്. പറയേ, ഇതെന്തിനാ നിന്റെ മുറിയിലെ അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കറിയില്ല ഇതെന്താണെന്ന്. വിഷം, കൊടും വിഷം. അയ്യോ, വിഷോ? എന്റെ അലമാരയിൽ നിന്നോ? സത്യം, ഞാനിത് കണ്ടിട്ടില്ല. അഞ്ജലി, മുമ്പ് രാജ്മോഹന്റെ കോഫിയിൽ കണ്ടെത്തിയ അതേ പോയിസണാ ഇത്. കോഫിയിൽ കലർത്തിയ വിഷം എന്റെ കയ്യിലോ? സത്യമായിട്ടും ഇതിൽ എന്തോ ചതിയുണ്ട്. എനിക്കറിയില്ല, സത്യം. ആരോ എന്നെ ചതിച്ചതാ. മതി നിന്റെ ആക്ടിങ്. എന്നിട്ട് ഞാൻ ചോദിച്ചതിന് സമാധാനം പറ. നീയാണോ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? അങ്കിൾ, അങ്ങനെയൊന്നും പറയുക പോലും ചെയ്യരുത്. സ്വന്തം അച്ഛനെ പോലെ ഞാൻ കാണുന്ന ഒരാളെ ഞാൻ എന്തിനു കൊല്ലാൻ ശ്രമിക്കണം? ഞാനല്ല ഇത് ചെയ്തത്. ഇങ്ങനെയൊന്ന് ഞാൻ കണ്ടിട്ട് പോലുമില്ല. ചതിയാ, ഇത് ചതിയാ. എന്നെ ഇക്കാര്യത്തിൽ പെടുത്തണമെന്ന് ആരോ കരുതി കൂട്ടി തന്നെ ചെയ്തതാ. അയ്യോ അഞ്ജലി, നീ ടെൻഷൻ ആവണ്ട. നിന്റെ അലമാരയിൽ നീ ഇത് കിട്ടിയതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. നീ ഇവിടെ സത്യം പറയാൻ ശ്രമിച്ചാൽ അറിയാലോ, ഇതിന്റെ റിഫ്ലക്ഷൻ നിന്റെ വിക്കിക്കാ കിട്ടാൻ പോകുന്നേ. എന്റെ മകന്റെ ഭാര്യയായി നിന്നെ അംഗീകരിക്കാത്തതുകൊണ്ടല്ലേ നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? നിന്റെ പ്രതികാര നടപടി അതല്ലേ നീ ചെയ്തത്? എന്റെ മരുമകൾ എന്ന ചിന്ത ഞാൻ ഇവിടെ അങ്ങ് ഉപേക്ഷിക്കുക. നിന്നെ ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. കാരണം നീ കളിച്ചത് ഒടുക്കത്തെ കളിയാ. അതിൽപ്പെട്ട് ഞാൻ ഇല്ലാതായിരുന്നെങ്കിൽ പിന്നെ നിനക്ക് സപ്രപഞ്ചത്തിലിരുന്ന് കിരീടവും അധികാരമുള്ള രാജ്ഞിയായിട്ട് വാഴായിരുന്നല്ലോ നിനക്ക്. എന്റെ മോനെ നീ നിന്റെ സാരി തുമ്പിൽ കെട്ടിയിട്ടിരിക്കുക.
അപ്പോ നീ പറയുന്നതല്ലേ അവനും കേക്കൂ. ജനിപ്പിച്ച അച്ഛനേക്കാൾ വിശ്വാസമാണല്ലോ ഇന്നലെ വന്നു കയറിയ നിന്നെ. നടക്കട്ടെ. ഇനി ഈ വീട്ടിൽ നിന്നും പച്ച വെള്ളം പോലെ ഇവൾക്ക് കൊടുത്തുപോയതാരും. അയ്യോ അച്ഛാ, ജലജേ, ഇവിടെ കൊണ്ടേ പൂട്ടിയിട്. ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ബാക്കി കാര്യങ്ങളെല്ലാം. ഇവിടെ അങ്കിൾ പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്കൂ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പാടൂ. അച്ഛാ, വരാൻ ഇങ്ങോട്ട്. ആ, വിട്. ശ്വേത, അതെ. കുഞ്ഞമ്മ ഒന്ന് ചെല്ലേ. മോളെ ഓ, ഓ, ഈ വീട്ടിൽ ഉപ്പും പുളിയും മുളക് പൊടിയും ഒന്നും ആവശ്യത്തിന് ഇരിപ്പില്ലേ? അതെന്താ? അല്ല, ഒന്നിനും ഉപ്പും ഇല്ല, എരിവുമില്ല, പിന്നെ പുളിയുമില്ല. എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുന്നെങ്കിലേ അതെ നല്ല രുചിയോടെ ഉണ്ടാക്കി തരണം. അങ്ങനെ ഉണ്ടാക്കി തന്നാലേ ഞാൻ കഴിക്കൂ. ഹും, ഇങ്ങനെയാണോ ആഹാരം ഉണ്ടാക്കുന്നത്? ഓഹോ, അത് കൊള്ളാം. ഇപ്പോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയോ? എനിക്കേ ദാ ഈ കഴിച്ച രീതിയിലുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള പരിജ്ഞാനമേ ഉള്ളൂ. ഇതിലും രുചിയുള്ളത് കഴിക്കണമെങ്കിലേ ഞാനൊന്നും പറയുന്നില്ല. ദേ, അത് നടക്കില്ല മോളെ. നിന്റെ ഭർത്താവേ, അതായത് എന്റെ മകൻ എന്ത് പറഞ്ഞ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നെന്ന് അറിയോ? പറയേ. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാന്ന് അവൻ ഏറ്റതുകൊണ്ടല്ലേ ഞാൻ വന്നത്. നീ ഉണ്ടാക്കുന്നത് കഴിച്ച് സംതൃപ്തിയോടെ ഇവിടെ ഇരിക്കാനേ എന്നെ കിട്ടത്തില്ല. എനിക്ക് എന്റെ മനസ്സിനിണങ്ങി ഭക്ഷണം ഉണ്ടാക്കി തരണം. അതിനെ ഞാൻ ഷെഫൊന്നും അല്ല, അത്ര വലിയ പാചക വിദഗ്ധയും അല്ല. എന്നെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഞാൻ ചെയ്തു തരും. വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ കഴിക്കാതിരിക്കാം. നിന്റെ ഭർത്താവേ ഒരു ദിവസമെങ്കിലും എനിക്ക് ഈ വീട്ടിൽ ഇത്തിരി മനസമാധാനം തരാറുണ്ടോ? ഓ, എപ്പോഴും എന്നെയും എന്റെ കുഞ്ഞിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവളുടെ കല്യാണ ചെലവ് ഞാൻ നടത്തിക്കോളാന്നും പറഞ്ഞ് കേറി ഏറ്റിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടിപ്പോ 25 ലക്ഷം ഞാൻ മുടക്കി, 25 ലക്ഷം കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് സദാ അവൻ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? ആ പണം തിരിച്ചു കൊടുക്കും. ആണാ പൈസ ബാക്കിയില്ലാതെ നിന്റെ കെട്ടിയോന്റെ പൈസ ഞങ്ങൾ തിരിച്ചു കൊടുക്കും. ഇനി അതിന്റെ പേരിലുള്ള കലാപരിപാടികള് അവസാനിപ്പിച്ചേക്കണം, പറഞ്ഞേക്കാം. അല്ലെങ്കിൽ അഞ്ജലി, മോളെ അഞ്ജലി, എഴുന്നേക്ക്. ഇതാ ഭക്ഷണം കഴിക്കേ. വേണ്ട, എനിക്ക് വേണ്ട. കഴിക്കും മോളെ. എനിക്ക് ഉറപ്പുണ്ട് നീ അത് ഒരിക്കലും ചെയ്യില്ലെന്ന്. എനിക്ക് സംശയം ആ ശ്വേതയാ. കുഞ്ഞമ്മ, ഞാനല്ല. എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. കുഞ്ഞമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എനിക്കതിന് കഴിയൂന്ന്? ഇവിടെ എന്തോ തിരിമറി നടക്കുന്നുണ്ട് അഞ്ജലി. ശരിക്കും ഇവിടെ ഇപ്പോ ആരെയാ വിശ്വസിക്കേണ്ടത്, ആരെയാ അവിശ്വസിക്കേണ്ടതെന്നുള്ള അവസ്ഥയിലായി. ഉണ്ടായതിന്റെ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. നീ വിഷമിക്കണ്ട, മോളിത് കഴിക്കേ. അമ്മയാ എന്നെ ഇങ്ങോട്ട് അയച്ചത്, അതുകൊണ്ട് മോളിത് കഴിക്കേ. ഇതാ. മോള് കഴിച്ചോ. ജലജേ, ജലപാനം ഇവൾക്ക് കൊടുക്കരുതല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ നീ എന്തിനാ എന്നെ ധിക്കരിച്ചത്? ഏട്ടാ
ഇതൊരു മനുഷ്യജീവിയല്ലേ, അതിനെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പറ്റുമോ? വേണ്ട, ഭ്രഷ്ടാന ഊട്ടി അങ്ങ് കൊഴിപ്പിക്ക്.